ഫ്രണ്ട്സ്, മോട്ടോർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന യൂസ്ഡ് വെയർ ഷോറൂം V3 യൂസ്ഡ് വെയർ ഷോറൂമാണ്. ഇത് മലപ്പുറം ജില്ലയിലെ മൊറയൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഷോറൂമിൽ വാഹനമെടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സിന് ലോൺ സൗകര്യം ഇവർ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പാർക്ക് ആൻഡ് സെയിൽ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. മഹീന്ദ്രയുടെ ബൊലേറോ പരിചയപ്പെടാം. 2011 മോഡൽ DI ടർബോ പ്ലസ് ആണ് വേരിയൻ്റ് വരുന്നത്. ഡീസൽ എഞ്ചിനാണ്. 2 ലക്ഷം കിലോമീറ്റർ ഇതുവരെ ഈ വാഹനം ഓടിയിട്ടുണ്ട്. 2500 cc ഉള്ള ഈ വാഹനത്തിന് 12 മുതൽ 14 വരെ 1 ലിറ്റർ ഡീസലിൽ മൈലേജ് ലഭിക്കുന്നുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. ഈ വാഹനത്തിന് ലോൺ സൗകര്യം ലഭ്യമാണ്. ഇൻഷുറൻസും ടാക്സും എല്ലാം ക്ലിയർ ആണ്. 4 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില നെഗോഷ്യബിളാണ്. 2011 മോഡൽ ഷെവർലെറ്റ് ടവേര പരിചയപ്പെടാം. L525 വേരിയൻറ്റിൽ വരുന്ന ഈ ഒരു വാഹനം ടാക്സിയാണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. ഈ വാഹനം ഡീസൽ എഞ്ചിനാണ്. 1.5 ലക്ഷം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. 2500 cc ഉള്ള ഈ വാഹനത്തിൻ്റെ മൈലേജ് 10 മുതൽ 13 വരെയാണ്. ഇൻഷുറൻസും ടാക്സും എല്ലാം ക്ലിയർ ആണ്. വളരെ വൃത്തിയിൽ തന്നെയാണ് ഈ വാഹനവും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില 3,60,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. മാരുതി സുസുക്കിയുടെ ആൾട്ടോ പരിചയപ്പെടാം. 2009 മോഡൽ LX വേരിയൻറ്റിൽ വരുന്ന ഈ ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ്. 90,000 കിലോമീറ്റർ ഇതുവരെ ഈ വാഹനം ഓടിയിട്ടുണ്ട്. 800 cc ഉള്ള ഈ ആൾട്ടോയുടെ മൈലേജ് 1 ലിറ്റർ പെട്രോളിൽ 16 ആണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. വളരെ വൃത്തിയിൽ തന്നെ ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ വാഹനത്തിൻ്റെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. 95,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില നെഗോഷ്യബിളാണ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് പരിചയപ്പെടാം. VDI ആണ് വേരിയൻറ്റ്. സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിൽ ഈ വാഹനത്തിനുള്ളത്. ഡീസൽ എഞ്ചിനുള്ള ഈ ഒരു വാഹനം 99,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. ഇൻഷുറൻസും ടാക്സും എല്ലാം ക്ലിയർ ആണ്. വളരെ വൃത്തിയിൽ തന്നെ ഈ കാർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റവും സെൻട്രൽ ലോക്ക് സിസ്റ്റവും ഈ വാഹനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. 1250 cc ഉള്ള ഈ സ്വിഫ്റ്റിന് 1 ലിറ്റർ ഡീസലിൽ 18 മുതൽ 20 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില 3,30,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. 2006 മോഡൽ ഷെവർലെറ്റ് ടവേര പരിചയപ്പെടാം. L525 ആണ് വേരിയൻറ്റ്. ഡീസൽ എഞ്ചിനാണ്. 1.5 ലക്ഷം കിലോമീറ്റർ ഇതുവരെ ഈ വാഹനം ഓടിയിട്ടുണ്ട്. 2500 cc ഉള്ള ഈ ടവേരയുടെ മൈലേജ് 11 മുതൽ 13 വരെയാണ്. ഇൻഷുറൻസും ടാക്സും എല്ലാം ക്ലിയർ ആണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. വളരെ വൃത്തിയിൽ തന്നെയാണ് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 1,30,000 രൂപ നൽകിയാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. മാരുതി സുസുക്കിയുടെ ആൾട്ടോ പരിചയപ്പെടാം. 2007 മോഡൽ LXi ആണ് വേരിയൻറ്റ്. പെട്രോൾ എഞ്ചിനുള്ള ഈ ഒരു വാഹനം 98,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. 800 cc ഉള്ള ആൾട്ടോയുടെ മൈലേജ് 1 ലിറ്റർ പെട്രോളിൽ 16 ആണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തിനില്ല. വളരെ വൃത്തിയിൽ തന്നെയാണ് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നിലവിൽ എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയർ ആണ്. 88,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില നെഗോഷ്യബിളാണ്. 2012 മോഡൽ ടാറ്റയുടെ നാനോ പരിചയപ്പെടാം. CX ആണ് വേരിയൻറ്റ്. പെട്രോൾ എഞ്ചിനുള്ള ഈ ഒരു വാഹനം 43,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. 600 cc ഉള്ള നാനോയുടെ മൈലേജ് 1 ലിറ്റർ പെട്രോളിൽ 23 ആണ്. ഇൻഷുറൻസും ടാക്സും എല്ലാം ക്ലിയർ ആണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. വളരെ വൃത്തിയിൽ തന്നെയാണ് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില 62,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. മാരുതി സുസുക്കിയുടെ ഒമിനി പരിചയപ്പെടാം. 2007 മോഡൽ പെട്രോൾ എഞ്ചിനുള്ള ഈ ഒരു വാഹനം 90,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. ഇൻഷുറൻസും ടാക്സും ക്ലിയർ ആണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. നിലവിൽ കണ്ടീഷനുള്ളൊരു വാഹനം തന്നെയാണ്. 80,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില നെഗോഷ്യബിളാണ്. ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ക്രൂയിസർ പരിചയപ്പെടാം. 2006 മോഡൽ. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. ഈ വാഹനം ഡീസൽ എഞ്ചിനാണ്. 2 ലക്ഷം കിലോമീറ്റർ ഇതുവരെ ഈ വാഹനം ഓടിയിട്ടുണ്ട്. 2500 cc ഉള്ള ഈ ക്രൂയിസറിൻ്റെ മൈലേജ് 1 ലിറ്റർ ഡീസലിൽ 10 മുതൽ 13 വരെയാണ്. വളരെ വൃത്തിയിൽ തന്നെയാണ് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇൻഷുറൻസും ടാക്സും എല്ലാം ക്ലിയർ ആണ്. ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില 2,60,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. മഹീന്ദ്രയുടെ സുപ്രോ പരിചയപ്പെടാം. 2016 മോഡൽ. സുപ്രോ VX ആണ് വേരിയൻറ്റ്. ഈ വാഹനത്തിന് ഡീസൽ എഞ്ചിനാണ്. 60,000 കിലോമീറ്റർ ഇതുവരെ ഈ വാഹനം ഓടിയിട്ടുണ്ട്.
ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. നിലവിൽ എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയർ ആണ്. 3,20,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്. മാരുതി സുസുക്കിയുടെ ആൾട്ടോ പരിചയപ്പെടാം. 2005 മോഡൽ. LXi ആണ് വേരിയൻറ്റ്. പെട്രോൾ എഞ്ചിനാണ്. 1,10,000 കിലോമീറ്റർ ഇതുവരെ ഈ വാഹനം ഓടിയിട്ടുണ്ട്. 800 cc ഉള്ള ആൾട്ടോയുടെ മൈലേജ് 1 ലിറ്റർ പെട്രോളിൽ 16 ആണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. ഗുഡ് കണ്ടീഷനുള്ള ഒരു വാഹനം തന്നെയാണ്. ഇൻഷുറൻസും ടാക്സും എല്ലാം ക്ലിയർ ആണ്. 80,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്. 2009 മോഡൽ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ക്രൂയിസർ പരിചയപ്പെടാം. ഈ വാഹനം ഡീസൽ എഞ്ചിനാണ്. 1,90,000 കിലോമീറ്റർ ഇതുവരെ ഈ വാഹനം ഓടിയിട്ടുണ്ട്. 2,500 cc ഉള്ള ഈ ക്രൂയിസറിൻ്റെ മൈലേജ് 10 മുതൽ 13 വരെയാണ്. ഇൻഷുറൻസും ടാക്സും എല്ലാം നിലവിൽ ഈ വാഹനത്തിൻ്റെ ക്ലിയർ ആണ്. കണ്ടീഷനുള്ളൊരു വാഹനം തന്നെയാണ്. 4,15 ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്. അടുത്തതായി ടാറ്റയുടെ മാജിക് പരിചയപ്പെടാം. 2012 ഈ വാഹനത്തിൻ്റെ മോഡൽ. ഡീസൽ എഞ്ചിനുള്ള ഈ ഒരു വാഹനം 67,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. നിലവിൽ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. 90,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്. മാരുതി സുസുക്കിയുടെ 800 പരിചയപ്പെടാം. 2003 മോഡൽ. ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ്. 1,50,000 കിലോമീറ്റർ ഇതുവരെ ഈ വാഹനം ഓടിയിട്ടുണ്ട്. 800 cc ഉള്ള ഈ കാറിൻ്റെ മൈലേജ് 1 ലിറ്റർ പെട്രോളിൽ 15 ആണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിന് സംഭവിച്ചിട്ടില്ല. വളരെ വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 47,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്. മാരുതി സുസുക്കിയുടെ ഒമിനി പരിചയപ്പെടാം. 2011 മോഡൽ. ഈ വാഹനത്തിൽ പെട്രോളും LPGയും ഉപയോഗിക്കാം. 80,000 കിലോമീറ്റർ ഈ വാഹനം ഇതുവരെ ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. നിലവിൽ എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയർ ആണ്. 1,20,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്. ടാറ്റയുടെ വെഞ്ചർ പരിചയപ്പെടാം. 2012 മോഡൽ. 1,20,000 കിലോമീറ്റർ ഇതുവരെ ഈ വാഹനം ഓടിയിട്ടുണ്ട്. ഡീസൽ എഞ്ചിനാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ഇൻഷുറൻസും ടാക്സും ക്ലിയർ ആണ്. വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. 1.5 ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്. അടുത്തതായി 2007 മോഡൽ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ക്രൂയിസർ പരിചയപ്പെടാം. ഈ വാഹനത്തിന് ഡീസൽ എഞ്ചിനാണ്. 2 ലക്ഷം കിലോമീറ്റർ ഇതുവരെ ഈ വാഹനം ഓടിയിട്ടുണ്ട്. 2,500 cc ഉള്ള ഈ ക്രൂയിസറിൻ്റെ മൈലേജ് 1 ലിറ്റർ ഡീസലിൽ 10 മുതൽ 13 വരെയാണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. വളരെ വൃത്തിയിൽ തന്നെയാണ് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇൻഷുറൻസും ടാക്സും എല്ലാം ക്ലിയർ ആണ്. 3,40,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്. അടുത്തതായി മഹീന്ദ്രയുടെ ലോഗൺ പരിചയപ്പെടാം. 2011 മോഡൽ. ഈ വാഹനം ടാക്സിയാണ്. 1,80,000 കിലോമീറ്ററാണ് ഇതുവരെ ഈ കാറ് ഓടിയിട്ടുള്ളത്. ഡീസൽ എഞ്ചിനാണ്. 1,600 cc ഉള്ള ഈ വാഹനത്തിൻ്റെ മൈലേജ് 1 ലിറ്റർ ഡീസലിൽ 17 ആണ്. ഇൻഷുറൻസും ടാക്സും എല്ലാം ക്ലിയർ ആണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. 1,15,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്. 2006 മോഡൽ മഹീന്ദ്രയുടെ പിക്കപ്പാണ് പരിചയപ്പെടുത്തുന്നത്. ഈ വാഹനം ഡീസൽ എഞ്ചിനാണ്. 2,500 cc ഉള്ള ഈ ഒരു പിക്കപ്പിന് 10 മുതൽ 12 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. വാണിജ്യപരമായി ആവശ്യങ്ങൾക്ക് ഒരു വാഹനം തിരയുന്ന ഒരു കസ്റ്റമറിന് വളരെ ഉപകാരപ്രദമായ ഒരു വാഹനം തന്നെയാണ് ഈ പിക്കപ്പ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. വളരെ കണ്ടീഷനുള്ളൊരു വാഹനം തന്നെയാണ്. ഇൻഷുറൻസും ടാക്സും എല്ലാം ക്ലിയർ ആണ്. 1,70,75,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്.